ഈ വീഡിയോ കാണുന്നത് മൂന്നര വിദ്യാർത്ഥികളാണ്. ഒന്ന് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് എൻ്റെ വീഡിയോൻ്റെ ആവുന്ന ആവശ്യമില്ല. അവർ കറക്റ്റ് അവർക്കൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി കുട്ടികൾ അവർ ആവറേജ് സ്റ്റുഡൻസ്, അവർ പഠനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പക്ഷേ റിസൾട്ടിലേക്ക് എത്തുന്നില്ല. മൂന്നാമത്തെ കുട്ടികൾ ഒന്നും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണ്. അവർ ഇപ്പോഴും മടിയന്മാരായി തുടങ്ങുന്ന ആൾക്കാരാണ്. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഈ രണ്ട് കാറ്റഗറി, രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇനി എൻ്റെ സംസാരം ജസ്റ്റ് ഒരു മിനിറ്റ് കൂടി നിങ്ങൾ കേൾക്കുക. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാതെ എനിക്കുള്ളതൊന്നല്ല, മൂപ്പർ എന്തെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങൾ തോന്നുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒറ്റ കാര്യത്തെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം. എന്താ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റ സെറ്റും ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ പാരൻസ് നിങ്ങളെ കടയിലേക്ക് അയക്കുന്ന സമയമുണ്ടല്ലേ, പച്ചക്കറി വാങ്ങി നമ്മൾ കടയിൽ പോകുന്നു. ഒരു തക്കാളി, ഒരു 100 ഗ്രാം തക്കാളി നിങ്ങളോട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞെന്ന് വിചാരിക്കുക. 100 ഗ്രാം തക്കാളി എന്ന് പറയുക ഒന്നോ അല്ലെങ്കിൽ ടൊമാറ്റോ 2-3 പീസ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതിൽ കുറവായിരിക്കും, ചിലപ്പോൾ 1-2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ആ തക്കാളി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളായിരിക്കും ചിലപ്പോൾ ആ തക്കാളി നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇന്നൊരു നോക്കുന്നുണ്ട് അല്ലേ, ആ ടൊമാറ്റോ നോക്കും, ഇതിന് വല്ല കേടുപാടുണ്ടോ, മുറിവ് സംഭവിച്ചിട്ടുണ്ടോ, നല്ല പഴുത്തതാണോ, എന്നിട്ടേ നിങ്ങൾ ആ ഒരു 100 ഗ്രാം തക്കാളി നിങ്ങൾ അവിടെ തിരഞ്ഞെടുത്ത കടക്കാരെ കൊടുക്കുള്ളൂ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഒരിക്കലെങ്കിലും ഒരു കടയിൽ തക്കാളി വാങ്ങാൻ പോയ അല്ലെങ്കിൽ ടൊമാറ്റോ വാങ്ങാൻ പോയ കുട്ടികൾ നിർബന്ധമായി ഈ കാര്യം ചെയ്തിരിക്കും. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 100 ഗ്രാം തക്കാളി വാങ്ങുന്ന കാര്യത്തിൽ പോലും നമ്മൾ അത്രത്തോളം സൂക്ഷ്മത പുലർത്തേണ്ട. അതൊരു കേടുപാടോ കീറലോ ഒന്നുമില്ലാത്ത ഒരു സാധനമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നത്. 100% ശരിയല്ലേ? ചീഞ്ഞതോ പൊട്ടിയതോ ഒരു സാധനം നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോകില്ല. ഇതേ പ്രോസസ്സ് നാളെ നമ്മളിലേക്ക് വരാനുണ്ട്. നമ്മളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾ കൃത്യമായി നമ്മളെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ അനലൈസ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായി നോക്കും, ഇവൻ ഓക്കെ ആണോ, ഇവന് കഴിവുണ്ടോ, ഇവന് സ്കില്ലുണ്ടോ. ഇവനൊരു സ്കില്ലില്ലെങ്കിൽ ഇവനെ ഞാൻ ഒരിക്കലും സെലക്ട് ചെയ്യില്ല. ഇതാണ് ലൈഫ് പ്രോസസ്സ് മക്കളെ. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ദാറ്റ് ഈസ് സെലക്ഷൻ പ്രോസസ്സാണ്. ഈ സെലക്ഷനിൽ ക്വാളിറ്റി ആൻഡ് സ്കിൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു തക്കാളി വാങ്ങാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് അതിൻ്റെ എത്ര മടങ്ങായിരിക്കും നാളെ നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടി പോണ സമയത്ത് നമ്മളെ ആളുകൾ അനലൈസ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, ആ പ്രോസസ്സ് ഒന്ന് കടക്കണമെങ്കിൽ, ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന 2 മിനിറ്റ് നേരം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒന്നാമത്തെ കാര്യം മക്കളെ, പലർക്കും പഠിക്കാൻ ആഗ്രഹം, നിരന്തരം നിങ്ങളെ 10ാം ക്ലാസ് പഠിക്കുന്ന 8-9 പഠിക്കുന്ന പല വിദ്യാർത്ഥികളുമായി നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പല പാരൻസും വന്ന് പറഞ്ഞൊരു കാര്യം, സാറേ പഠിക്കാനിരിക്കും, പക്ഷേ ഞാൻ ഫോഴ്സ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ പഠിക്കുകയുള്ളൂ. അതേപോലെ നീ പഠിച്ചതാണോ, അല്ലെങ്കിൽ നീ എന്തെല്ലാം പഠിച്ചു ചോദിച്ചാൽ ഞാൻ കറക്റ്റ് പഠിച്ചു, നിങ്ങൾക്ക് എന്താ നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങൾ പഠിച്ചു എന്നൊക്കെയാണ് പല കുട്ടികളും പാരൻസിനോട് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. അവരെ പേടിപ്പിക്കാൻ. കാരണം എന്തിനാണ് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളൊരു നിർബന്ധിത സാഹചര്യത്തിൽ പഠിക്കേണ്ട ഒരു ആവശ്യം നമ്മൾ വരുന്നത്. കാരണം ഈ നിർബന്ധിത സാഹചര്യത്തിലല്ല ഒരു വിദ്യാർത്ഥിയും പഠിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ നമുക്ക് വേണ്ട സ്കില്ലുകളാണ് ഈ ഒരു സമയം നമ്മൾ ആർജിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും ബോയ്സിന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് പറയാൻ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മോശം, ഞാനൊരു പഠിപ്പിന്ന് പറയാൻ എനിക്ക് മോശം. എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ വർഷം അക്കാഡമിക് ഇയർ അവസാനിക്കുന്ന സമയത്ത് അടുത്ത വർഷം, അതായത് ഇതേ സമയത്ത് അടുത്ത വർഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ട്സ് നിങ്ങളെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചെടുത്ത മാർക്ക് ലിസ്റ്റ് മാത്രമേ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ശക്തിയായി ഒരു കരുത്തായി നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതാണ് റിയാലിറ്റി. എൻ്റെ പൊന്നുമക്കളിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരണം. ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങാം. കാരണം ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഈവൻ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, നേരാവണ്ണം ഒരു പാരഗ്രാഫ് പോലും വായിക്കാൻ അറിയാത്ത കുട്ടികൾ സ്റ്റിൽ നമ്മുടെ കേരളത്തിലെ ക്ലാസ് 10 എന്ന് 10ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആരെങ്കിലും നോന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങളെ ക്ലാസ്സിൽ ഒരു 10% ആളുകൾക്ക് ഞാൻ പറയുന്നു ഇപ്പോഴും കൃത്യമായ രീതിയിൽ വായിക്കാനോ എഴുതാനോ അറിയാത്ത ആൾക്കാരാണ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പലരും അത് പുറത്ത് പറയുന്നില്ല. എന്താ പുറത്ത് പറയുന്നത്, നാണക്കേട് വിചാരിച്ച് പുറത്ത് പറയുന്നില്ല. നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ ഒരു പേപ്പർ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നീട്ടി തരാം, ഇതൊന്ന് ഫില്ല് ചെയ്ത് തരുമോ, ഇതൊന്ന് എഴുതി തരുമോ. ആ സമയത്തായിരിക്കും നമ്മൾ അവിടെ കിടന്ന് ഭൂമി ഒന്ന് പിളർന്ന് പോയിരുന്നെങ്കിൽ അങ്ങ് താഴോട്ട് പോയതെന്ന് ആ സമയം നമ്മൾ ആലോചിക്കും. അതിനൊക്കെ മുന്നേ അവിടെ ഒന്നും അങ്ങനെ മൊമെൻറ്റേ ഇല്ലാതിരിക്കാൻ, അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ ഒന്ന് പരിശ്രമിച്ചാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നേ പറ്റും. അത് ഞാൻ പഠിക്കാൻ ഒരു കറക്റ്റ് സമയം നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകും. അതായത് നമ്മൾ കൃത്യമായി സ്കൂൾ വിട്ട് വന്ന് ഒരു സ്കൂളൊക്കെ വിട്ട് ഒരു 5 മണി, ഒരു 5 മണിയാകുമ്പോൾ എന്തായാലും പല കുട്ടികളും വീട്ടിലെത്തും, അല്ലെങ്കിൽ ഒരു 5:15 ആവും അല്ലേ. ആ സമയത്ത് നിങ്ങൾ സ്കൂൾ വിട്ട് വന്ന് ഒരു 3/4 മണിക്ക് 1 മണിക്കൂർ നിങ്ങൾ കറക്റ്റ് റെസ്റ്റ് എടുത്തോളൂ. നിങ്ങളുടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ലാംഗ്വേജ് സബ്ജക്റ്റാണ്, ഭാഷ സബ്ജക്റ്റാണ്. പലരും വിചാരിക്കും ലാംഗ്വേജ് അല്ലേ, മലയാളമൊക്കെ ഞാൻ എന്തിനു പഠിക്കാനാണ്, ഇംഗ്ലീഷ് ഞാൻ എന്തിനു പഠിക്കാനാണ്, അല്ലെങ്കിൽ ഹിന്ദി. ഈ ലാംഗ്വേജാണ് പല കുട്ടികളെയും പ്രയാസപ്പെടുന്ന കാര്യം. എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ, നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആത്മാർത്ഥമെന്ന് കമൻറ്റ് ചെയ്യും.
ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾ കറക്റ്റ് എന്ന് മനസ്സിലാക്കണം. ലാംഗ്വേജ് അത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി നന്നായി വായിക്കണം. കൃത്യമായി വായിച്ച് തന്നെ നിങ്ങൾ ശരിപ്പെടുത്തണം. ആ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, തമാശയായി നിങ്ങൾ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം, ഒരു 7 മണി മുതൽ 7:15 നിങ്ങൾക്ക് ബ്രേക്ക് എടുത്തോ. ബ്രേക്ക് നിർബന്ധമാണ്. പഠന കാര്യത്തിൽ കണ്ടിന്യൂസ് ആയി 2-3 മണിക്കൂർ ഞാൻ ഒരാളോട് ഞാൻ പഠിക്കാൻ പറയില്ല. അത് എഫക്റ്റീവ് അല്ല. ദാറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. ഞാൻ എഴുതി വെക്കും, കണ്ടിന്യൂസ് ആയി അത്രയും കാലം ഈ ഒരു സമയം നിങ്ങൾ പഠിക്കുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ്. നിങ്ങൾ കറക്റ്റ് 1 മണിക്കൂർ പഠിക്കുക, ഒരു 15 മിനിറ്റോ 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ശേഷം നിങ്ങൾ വീണ്ടും ഒരു 7:15 മുതൽ 8:15 വരെ നിങ്ങൾ പഠിക്കേണ്ടത് മാത്സ് മക്കൾ. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ദിവസവും നിങ്ങൾ മാത്സ് പഠിച്ചേ പറ്റൂ. കാരണം എക്സാം ചോദിക്കുന്ന രീതികൾ എൻറ്റയർലി മാറിക്കൊണ്ടിരിക്കുകയാണ്. 20% ക്വസ്റ്റ്യൻ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് മാത്സ് എല്ലാ ദിവസവും നിങ്ങൾ മാത്സ് പഠിക്കുക. എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്? വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. മാക്സിമം നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. എവിടെ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടോ. ഇനി ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ നമ്പറും ഡിജിറ്റൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണും ChatGPT എല്ലാ സംവിധാനം നമ്മളെ കൂടെ ഉണ്ട്. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ തരാൻ വേണ്ടി പറഞ്ഞാൽ ChatGPT നമുക്ക് ക്വസ്റ്റ്യൻ തരും. നമ്മളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ ആൻസേഴ്സ് വെച്ച് ഒന്ന് ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. അടുത്ത വീണ്ടും ഒരു 15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നു. ശേഷം ഒരു 8:30 to 9:30 നിങ്ങളെ സയൻസും അതുപോലെ ഹോംവർക്കും ബാക്കി സബ്ജക്റ്റുകളൊക്കെ, അതായത് നമുക്കത് വായിച്ച് പഠിക്കാൻ പറ്റുന്ന. കാരണം ഞാൻ എന്തിനാണ് ഞാൻ വളർന്നപ്പോൾ ആകെ നോക്കിയാൽ നിങ്ങൾക്ക് ആകെ വരാൻ വേണ്ടി പോകുന്നത് ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളൂ. ഈ 3 മണിക്കൂർ മതിയോ? ഈ 3 മണിക്കൂർ ധാരാളം. കാരണം നമ്മൾ ക്ലാസ്സുകളും ചാപ്റ്റേഴ്സും ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, ചില ദിവസം നിങ്ങൾക്ക് 2 മണിക്കൂറിൽ ഇത് ചുരുങ്ങും. കാരണം ചില ദിവസം അത്ര നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ആ രീതിയിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും അന്ന് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഈ വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ ടേം 1 എക്സാമിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഇതിലിപ്പോൾ എന്താണ് സാർ ഒരു വെറൈറ്റി, ഒരു പുതുമ എന്താണുള്ളത്? ഇതിൽ പുതുമ എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾ കടന്നുറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ കൃത്യമായി ടിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഇതിലൊരു പുതുമ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട ഈ 5 കാര്യങ്ങൾ നിങ്ങൾ രാത്രി കടന്നുറങ്ങി ബെഡിൽ ഉറങ്ങി നിങ്ങൾ പുതപ്പ് തലവിലേക്ക് മൂടുന്നതിന് മുന്നേ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്ന് നന്നായി വായിച്ചു, ഞാൻ ഇന്ന് എഴുതി, അതായത് ഞാൻ ഇന്ന് പഠിച്ചൊരു കാര്യം ഞാനിന്ന് എഴുതി നോക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ മാത്സ് പ്രാക്ടീസ് ചെയ്തു, കെമിസ്ട്രി നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, ഫിസിക്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു. അതായത് ഒരു പ്രാക്ടിക്കൽ സാധനം പഠിച്ച കാര്യത്തെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മെഡിറ്റേഷൻ ആണ്, പ്രാർത്ഥന. അത് ഏത് രീതി ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ഒരു നമുക്ക് വേണ്ട സാധനം മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഒരു മെൻ്റൽ പവറിനെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ മെഡിറ്റേഷൻ നമ്മുടെ ഇതിലൊരു സംശയം. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥന ആയിക്കോട്ടെ, നിങ്ങൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് നിങ്ങൾ ചെയ്ത്. ലാസ്റ്റ് വൺ ഈസ് കടന്നുറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ കാര്യം നിങ്ങൾ കറക്റ്റ് ടിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പെൻ ഇവിടേക്ക് എത്തും. ആ ഹാപ്പി നിങ്ങൾ ടിക്ക് ചെയ്യും. എന്ന് നിങ്ങൾ കടന്നുറങ്ങിയോ, ഈ ഒരു റൊട്ടീൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണോ? ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ പോലും പറയാൻ നിങ്ങളിലേക്ക് എത്തും. വീണ്ടും ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ഇത് പറയാണ്, ദിസ് ഈസ് യുവർ പേഴ്സണൽ തിങ്. ഇത് നിങ്ങൾ ബാക്കിയോട് പറഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഏറ്റവും സ്വകാര്യതയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ആരോട് പറയുന്നു വേണ്ട, റിസൾട്ട് മാത്രം ആളുകൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ടഫായി തോന്നുന്നത്, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസം, പഠിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രയാസം, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. അതിനൊക്കെ പരിഹാരമുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് വരും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളും ഒരുപാട് വീഡിയോസും ടിപ്സൊക്കെ ഇട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മാറ്റം ഞാൻ പറഞ്ഞു, സമയം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല, പോയിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് നമ്മൾ എത്തുമ്പോൾ, നമ്മുടെ ഊഴമെത്തുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും സ്കില്ലുള്ള ഏറ്റവും ബെസ്റ്റ് മക്കളായിട്ട് നമ്മൾ മാറണം.